ഓം ശാന്തി. നല്ല കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിനെ പോസിറ്റീവ് ആക്കി വയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല സഹായകമാകുന്ന ഘടകം. അതുകൊണ്ട് നമ്മുടെ കാതിൻ്റെ ഏറ്റവും നല്ല അലങ്കാരമാകാൻ, നമ്മുടെ മനസ്സിന് ഏറ്റവും സുഖം തരാൻ വേണ്ടി ഇന്നൊരു കൊച്ചു കഥ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു രാജാവിന് 4 പത്നിമാരുണ്ടായിരുന്നു. അതിൽ 4ാമത്തെ പത്നിയോട് രാജാവിന് അത്രയധികം ഇഷ്ടമായിരുന്നു. ഇഷ്ടം എന്ന് വെച്ചാൽ ആ പത്നിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരാളായിരുന്നു രാജാവ്. 3ാമത്തെ പത്നിയോടും അദ്ദേഹത്തിന് ഇഷ്ടമാണ്, സ്നേഹമാണ്. 3ാമത്തെ പത്നിയെക്കുറിച്ച് അദ്ദേഹത്തിന് ആശങ്കയായിരുന്നു. തൻ്റെ ഫ്രണ്ട്സിനോടോ ബന്ധുക്കളോടോ 3ാമത്തെ പത്നിയെ പരിചയപ്പെടുത്താൻ പോലും അദ്ദേഹം നോക്കാറില്ല. കാരണം ഇവളെ പരിചയപ്പെടുത്തിയാൽ ആരുടെയെങ്കിലും കൂടെ പോവുമോ എന്നൊരു പേടി രാജാവിന് 3ാമത്തെ പത്നിയെക്കുറിച്ചുണ്ടായിരുന്നു. 2ാമത്തെ പത്നി എപ്പോഴെങ്കിലും മനസ്സിന് വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ 2ാമത്തെ പത്നിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്ത ശേഷം അദ്ദേഹം 4ാമത്തെ പത്നിയുടെ കൂടെ പോവുകയും ചെയ്യുമായിരുന്നു. 1ാമത്തെ പത്നി, ആ പത്നിയെക്കുറിച്ച് അദ്ദേഹം മൈൻഡ് ചെയ്യാറിയില്ല. വസിക്കുന്നുണ്ടോ വസിക്കുന്നില്ലേ, രാജാവ് എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് റാണിക്ക്, പക്ഷെ ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നില്ലേ എന്ന് പോലും മൈൻഡ് ചെയ്യാതെ ഒരിക്കലും സമയം കൊടുക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിന് 1ാമത്തെ പത്നി. അങ്ങനെ കാലം കടന്നുപോയി. രാജാവ് മരണശയ്യയിലായി. മരണശയ്യയിൽ അദ്ദേഹം കിടക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിക്കുകയാണ്, ഒരാളെങ്കിലും എൻ്റെ കൂടെ അടുത്ത ജന്മത്തിലേക്ക് ഉണ്ടായെങ്കിൽ നന്നായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പത്നി, 4ാമത്തെ പത്നി, അവൾ തന്നെ വേണം എൻ്റെ കൂടെ വരാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പത്നിയോട് ചോദിക്കുകയാണ്, എനിക്ക് മരണാസമയം അടുത്തു എന്ന് തോന്നുന്നു, നീ എൻ്റെ കൂടെ വരുമോ, എന്നെ അനുഗമിക്കുമോ എന്ന് ചോദിക്കുകയാണ്. 4ാമത്തെ പത്നി പറയും, ഇത്ര ചെറുപ്പമായി എന്നോട് അങ്ങയെ അനുഗമിക്കാൻ പറയുന്നത് തന്നെ അപമര്യാദയല്ലേ, ഇത്ര സ്വാർത്ഥനാവരുത്, മരണം വരുമ്പോൾ ആരെയും കൂടെ നിൽക്കാൻ പറ്റില്ല, അങ്ങയുടെ വഴിക്ക് പോയേ പറ്റൂ എന്ന് പറയും. ഭയങ്കര സങ്കടമാവും രാജാവിന്. അപ്പോൾ വിചാരിക്കും 3ാമത്തെ പത്നിയോട് ചോദിക്കാം. 3ാമത്തെ പത്നിയെ വിളിച്ച് ചോദിക്കുകയാണ്, എനിക്ക് മരണസമയമായി, നീ എൻ്റെ കൂടെ എന്നെ അനുഗമിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ പത്നി പറയും, എനിക്ക് ജീവിതത്തിനോട് പ്രണയമാണ്, അഥവാ അങ്ങ് മരിക്കുകയാണെങ്കിൽ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഞാൻ അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങും, ഒരിക്കലും അങ്ങയുടെ കൂടെ എനിക്ക് വരാനായിട്ട് സാധ്യമല്ല എന്ന് പറയും. കുറേയും കൂടെ സങ്കടമാവും. രാജാവ് പറയും, 2ാമത്തെ പത്നിയോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ 2ാമത്തെ പത്നി പറയും, ഞാൻ ആഗ്രഹിച്ചാലും എന്നെക്കൊണ്ട് സാധിക്കും തോന്നുന്നില്ല, അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല, എന്തായാലും ശ്മശാനം വരെ അങ്ങയുടെ കൂടെ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയുകയാണ്. അപ്പോൾ വളരെ ദുഃഖിതനായി സങ്കടത്തോടു കൂടി രാജാവ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ എന്തായാലും അങ്ങയുടെ കൂടെ വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ രാജാവ് തിരിഞ്ഞു നോക്കുമ്പോൾ 1ാമത്തെ പത്നി. അപ്പോൾ വല്ലാതെ മനസ്സിൽ വിഷമത്തോടെ ഓർക്കുകയാണ്, ജീവിച്ചിരുന്ന നാളിൽ ഇന്നീ നിമിഷം വരെ ഇവളെ ഞാൻ ശ്രദ്ധിച്ചില്ല, അവൾക്ക് ആദരവ് കൊടുത്തില്ല, എല്ലാവരും അവളെ കഷ്ടപ്പെടുത്തി ഞാൻ മൈൻഡ് ചെയ്തില്ല, മറ്റു റാണിമാരാരും അവളെ വകവെച്ചില്ല, ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ അവൾക്കൊന്നും കൊടുത്തില്ല, പക്ഷെ ഇന്ന് എൻ്റെ കൂടെ വരാം എന്ന് ഇവള് തന്നെയാണല്ലോ പറയുന്നത് എന്ന്. രാജാവിൻ്റെ കണ്ണുനീര് നിറഞ്ഞൊഴുകുകയാണ്. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ, ആ രാജാവിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത്തരത്തിൽ പശ്ചാത്താപം തോന്നുമായിരുന്നു. തീർച്ചയായിട്ടും ഇത് രാജാവിൻ്റെ മാത്രം കഥയല്ല, നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. ഈ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും അതിനെ നന്നാക്കാനും ആരോഗ്യം കൊടുക്കാനും ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കാനും ഇതിനെ സേവിക്കാൻ വേണ്ടി രാവും പകലും നമ്മൾ പരിശ്രമിക്കുന്നു. പക്ഷേ എന്ന് നിങ്ങൾ വിട്ടു പോകുന്നു പഞ്ചതത്വങ്ങൾ, അത് പറയും, എനിക്ക് നിൻ്റെ കൂടെ വേണ്ട, ഞാൻ വേറെ കൂട്ടിലേക്ക് പോകുന്നു, എനിക്ക് വയസ്സായിട്ടില്ല, നിനക്കേ വയസ്സായിട്ടുള്ളൂ എന്ന് പറയും. അത് വിഘടിക്കും, പഞ്ചതത്വങ്ങൾ ലയിച്ചു ചേരും, അത് പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കും. 3ാമത്തെ പത്നി, ധനവും സമ്പത്തും, അതിനെന്നും ഒഴുകുന്ന അവസ്ഥയാണ്. കറൻസി എന്ന് വെച്ചാൽ കറണ്ടാണ്, ടു കറണ്ടാണ്, പ്രവഹിക്കും. അത് നിങ്ങൾ മരിക്കുന്നതോടെ മറ്റൊരാളുടെ പത്നിയായി മാറും. അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, അവരെ സുഖിച്ചുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങും. 2ാമത്തെ പത്നി, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർ നിങ്ങൾ വിഷമം വരുമ്പോൾ ബന്ധുമിത്രാദികളുടെ അടുത്ത് കൂടെ ഇരിക്കും, ഫാമിലിക്കൊപ്പം ഇരിക്കും, സമയം സ്പെൻഡ് ചെയ്യും. മനസ്സിന് സ്വന്തമാക്കുമ്പോൾ വീണ്ടും സ്വന്തം ശരീരവുമായി നമ്മൾ നമ്മുടെ ലോകത്തിലേക്ക് പോകും. അവർക്ക് നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് നമ്മുടെ ശ്മശാനം വരെ നമ്മളെ പിന്തുടരാൻ സാധിക്കുകയായിരിക്കും. അതേസമയം 4ാമത്തെ പത്നി, അതാണ് നമ്മുടെ സത്കർമ്മങ്ങളും അന്തരാത്മാവും. നമ്മുടെ ജീവിതയാത്രയിൽ ജനിച്ച് ബോധം വെച്ച കാലം മുതൽ മരിക്കും വരെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. എനിക്ക് ഇത് നേടണം, അത് നേടണം, എൻ്റെ ആ ഡ്രീം സ്വന്താക്കണം, ഈ ഡ്രീം സ്വന്താക്കണം, ആ യാത്രയിൽ മുന്നോട്ട് പോകണം. ലോകം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ മറന്നു പോകുന്ന കാര്യമാണ് സ്വയം എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, എനിക്ക് സ്വയം എൻ്റെ അന്തരാത്മാവിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റണം. അതിലെന്ത് കറകളുണ്ട്, ആ കറകളെ ഇല്ലാതാക്കണം, അതിലടിഞ്ഞുകൂടിയതായിട്ടുള്ള അഴുക്കിനെ ഇല്ലാതാക്കിക്കൊണ്ട് നന്മ നിറയ്ക്കണം.
പുണ്യകർമ്മത്തിൻ്റെ അക്കൗണ്ട് കൊണ്ട് ഭാരരഹിതമാകണം. ഇനി ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ജന്മത്തിലേക്ക് പറക്കാൻ വേണ്ടതായിരിക്കുന്ന സമ്പത്തൊക്കെ നേടാൻ നമുക്ക് സാധിക്കുന്നത് ഇത്തരത്തിൽ സ്വയം അവനവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ നോക്കിയാൽ ദിവസവും കുറച്ച് സമയമെങ്കിലും മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന, ഭഗവാനെ ഓർക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന, സത്കർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി അവർക്ക് ഉണ്ടായിരിക്കും. സ്വയം നമുക്കൊപ്പം ഇരിക്കാത്ത, സ്വയം നമ്മുടെ അന്തരാത്മാവിനെ മനസ്സിലാക്കാത്ത, ഞാൻ ആരെന്നറിയാത്ത, എന്നെ പരിപോഷിപ്പിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ജീവിതയാത്ര കംഫർട്ടായിട്ട് കുറേ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ചാർജ്ഡ് ആയിരിക്കുന്ന എനർജി കഴിയും വരെ മുന്നോട്ട് പോയിരിക്കും. അത് കഴിഞ്ഞാൽ ശരീരവും മനസ്സും ഒരുപോലെ തളരാൻ തുടങ്ങും. ജീവിതയാത്ര മുന്നോട്ട് ദുസ്സഹമായി തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദിവസവും കുറച്ച് സമയം നമുക്കൊപ്പം ഇരിക്കാൻ, നമ്മുടെ ഉള്ള ശബ്ദം കേൾക്കാൻ, എൻ്റെ അന്തരാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ, ഞാനാകുന്ന ആത്മാവിൻ്റെ ഗുണങ്ങളെ അറിയാൻ, അതിൻ്റെ ശക്തിയെ ഡെവലപ്പ് ചെയ്യാൻ, അതിൻ്റെ കറണ്ട് നിറയ്ക്കാൻ, പരമാത്മാവുമായുള്ള കണക്ഷനിൽ വരാൻ കുറച്ച് സമയം കണ്ടെത്തിയാൽ ഏത് നിമിഷം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇത് അൺസർട്ടനിറ്റിയുടെ വേൾഡാണ്, അരക്ഷിതാവസ്ഥയുടെ ലോകമാണ്. ആ ലോകത്ത് എന്ന് ഈ ദേഹത്തു നിന്ന് പറന്നു പോണ്ടി വന്നാലും ആ പത്നിക്കൊപ്പം സന്തോഷത്തോടു കൂടി ആരോഗ്യകരമായിരിക്കുന്ന പത്നിയോടുകൂടി ആരോഗ്യമുള്ള മനസ്സും ശക്തിശാലിയായിരിക്കുന്ന ബുദ്ധിയും ശുദ്ധമായ സംസ്കാരവും കൊണ്ട് നമുക്ക് പറന്നു പോകാം. അതുകൊണ്ട് ദിവസവും കുറച്ചു സമയം ആദ്യ പത്നിക്കൊപ്പം ഇരിക്കാൻ സമയം തീർച്ചയായിട്ടും ചെലവഴിക്കണം. രാജാവ് ആദരവോടുകൂടി ആത്മരാജ്യത്തിൽ നിന്ന് പോകുമ്പോൾ ആ സത്കർമ്മങ്ങളിലെ പത്നിക്കൊപ്പം നമുക്ക് നിന്ന് യാത്രയാവാം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.